എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാൻ. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nine of Wands, Ten of Pentacles, Death card, Sun card, Nine of Cups and Ten of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന സമയമാണ്. ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്ന് പുതിയ ഒരു മാറ്റത്തിലേക്കുള്ളൊരു സമയമാണ്. പല കാര്യങ്ങളുടെയും പര്യവസാനവും പുതിയ തുടക്കങ്ങളുമാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നേരം 9 of Wands ആൻഡ് 9 of Cups എനർജി കണക്ഷൻസ് ആണ്. പോസിറ്റീവ് എനർജീസ് ആണ്. 9 of Wands, 9 of Cups, 10 of Wands, 10 of Pentacles, 10 of Wands എനർജി, ഡെത്ത് കാർഡ്. ടോട്ടലി ഒരു എൻഡിങ്, അതായത് നിങ്ങളുടെ പല സങ്കടങ്ങളുടെയൊക്കെ പര്യവസാനം, പുതിയൊരു ജീവനും പുതിയൊരു തുടക്കം. ജനറലി 9 of Cups പുതിയൊരു ജീവൻ, ഡെത്ത് കാർഡ് പുതിയൊരു ജീവൻ, എൻഡിങ് ഫേസസ് എല്ലാം പുതിയൊരു തുടക്കത്തിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പലരുടെയും കുറച്ച് നാളായിട്ട് മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നവർ, കുടുംബജീവിതത്തിൽ ഡിവോഴ്സൊക്കെ ആയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഡിവോഴ്സ് കിട്ടിയവരായിരിക്കും. അല്ലെങ്കിൽ കാരണം വളരെയധികം ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, വഴക്കുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവസാനം ഒരു ഡിവോഴ്സ് ലഭിച്ചു എന്നുള്ളത്. ഒത്തിരി സംഘർഷങ്ങൾ, ഫിസിക്കൽ മെൻ്റൽ അബ്യൂസൊക്കെ അനുഭവിച്ചിട്ടുള്ളവർ ഡിവോഴ്സിലെത്തി കുറച്ചധികം നാളായിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ചുറ്റുപാടുമുള്ളവരിൽ നിന്നൊക്കെയുള്ള നെഗറ്റിവിറ്റീസൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു മാസം ഒരു ആശ്വാസം എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഒത്തിരി തൃപ്തി ഉണ്ടാകുന്ന സമയമാണ്. ഡിവോഴ്സ് കാര്യങ്ങൾ കഴിഞ്ഞ് കുറച്ചധികം നാളായിട്ടുള്ളവർക്കാണെങ്കിൽ പുതിയൊരു വിവാഹം ആലോചന കാര്യങ്ങൾ വരുന്നുണ്ട്. ചില ആളുകളുടെ വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു മാസമാവാം, പെട്ടെന്നുള്ളൊരു വിവാഹവും ആവാം, നല്ലൊരു കുടുംബജീവിതത്തിലേക്കുള്ളൊരു ചുവടുവയ്പ് എന്നുള്ള രീതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റ് ചിലരെ സംബന്ധിച്ച് പ്രഗ്നൻസി സിറ്റുവേഷനാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളായിട്ട് പ്രഗ്നൻ്റ് ആവാത്തവർക്ക് പ്രഗ്നൻസി സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജി ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ആ ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹ സബലീകരണം, എല്ലാവരെയും സംബന്ധിച്ച് ഈ ഒരു മാസം ആഗ്രഹ സബലീകരണമാണ്. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലുള്ള രീതിയിലും കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ്, എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. അതാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ആൻഡ് 10 of Pentacles ആൻഡ് സൺ കാർഡ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ അടുത്ത കാലം വരെ നിലനിന്നിരുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി, അതിനെ നിങ്ങൾ പുറം തള്ളി മുന്നോട്ടേക്ക് പോവുകയാണെന്ന് പറയാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ കുറച്ച് നാളുകളായിട്ട് ബിസിനസ് ഒന്ന് ഡള്ളാണ്, കാര്യങ്ങൾ മുന്നോട്ടേക്കൊന്നും പോകുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നവർ ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ്, സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ മാറി പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് മാറി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. മറ്റ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചൊരു മാറ്റം എന്ന് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോൾ ജോലി നിർത്തി നിങ്ങൾ ബിസിനസ്സിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരാളിപ്പോൾ ബിസിനസ് കുറച്ചധികം നാളായിട്ട് അത് നിർത്തി ഇനി ജോലിയിലേക്ക് കടക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരാം എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അതുപോലെ തന്നെ കുടുംബം ഒരുമിച്ച് ചേർന്ന്, കുടുംബം ഒത്തുകൂടലും ഒരുമിച്ച് ചേരലുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഒരു സ്നേഹം, പ്രണയം, ഒരു വളരെ ഒരു കൈൻഡ് പോസിറ്റീവ് ലവ്, അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ടുള്ള ഒരു ഒത്തുചേരലും കൂടിച്ചേരലും, എല്ലാവരും ഒരുമിച്ച് ചേർന്നു ഫാമിലിയിൽ എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവാനുഗ്രഹം വേണ്ടുള്ളൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തികരമായിട്ട്, എല്ലാ അർത്ഥത്തിലും തൃപ്തികരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷം, തൃപ്തിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ മുഹൂർത്തം എന്ന് പറയാം. പ്രണയത്തിൻ്റേതായിട്ടുള്ള നിങ്ങൾ പ്രണയിച്ച വ്യക്തി, ആ ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾ വിവാഹം കഴിക്കുന്നു എന്നുള്ളതും തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ സമയമാണ്, വിവാഹത്തിൻ്റെ ഒരു സമയമാണ് ഈ ഒരു മാസം.
പൊതുവിൽ ഇത് ആദ്യത്തെ വിവാഹമായിട്ടുള്ളവരാണെങ്കിലും രണ്ടാമതുള്ള വിവാഹം ഡിവോഴ്സിന് ശേഷം അങ്ങനത്തെ എനർജിയും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 10 ഓഫ് പെൻഡക്കിൾസിൻ്റെ 10 ഓഫ് ഫോൺസ് എനർജിയാണ്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പല പ്രാരബ്ധങ്ങളും ഇറക്കി വയ്ക്കാൻ പറ്റുന്ന സമയം എന്ന് പറയാം. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ വിദേശത്തൊക്കെയാണ്. അപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് വിദേശത്തുള്ളതാണ്. അപ്പോൾ ഭാര്യ, മക്കൾ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവരാണ്. ഇപ്പം ഒരാൾ മാത്രം വിദേശത്ത് നിൽക്കുന്നു, മറ്റുള്ളവർ നാട്ടിലും കുറച്ചധികം നാളായിട്ട് ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. മക്കളുടെയൊക്കെ വിവാഹം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, എന്നിട്ടും ഇനി കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവർ ഈ വരുന്ന മാസം ഒരു തീരുമാനമെടുക്കുന്ന സമയമാണിപ്പോൾ. കാരണം ഈ നിൽക്കുമ്പോൾ ഇനി ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ എന്തായാലും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം വരെ അവിടെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ കടങ്ങളോ ഏറ്റെടുക്കാതെ, എപ്പോഴും ആളുകൾ അവരുടെ അവരെന്താണോ അവരുടെ ആ ഒരു സമയത്ത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടല്ലാതെ വീട് വയ്ക്കുന്നതോ ആയിക്കൊള്ളട്ടെ. പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു 2 പേര് മാത്രം, അല്ലെങ്കിൽ ഒരു മകളോ മകനോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു 2 മുറി മാക്സിമം ബെഡ്റൂം ആവുമ്പോൾ ചെറിയൊരു വീട് വയ്ക്കാവുന്നത്. പക്ഷെ എന്നാലും 2 നില ഒരു വീട് വയ്ക്കുന്ന ഒരു രീതിയുണ്ട് ചില ആളുകൾക്ക്. ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം. ഇനി വീട്ടിലധികം ആളുകളുണ്ടെങ്കിൽ കൂടിയും സാമ്പത്തിക സ്ഥിതി കുറവാണെങ്കിൽ കയറി കിടക്കാൻ ഒരു വീടെന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പോവാതെ, മറിച്ച് ലോൺ എടുത്തിട്ട് ആളുകൾ എന്ത് പറയും എന്നുള്ള രീതിയിൽ ആരെങ്കിലും വന്നാൽ, ചില ആളുകൾ പറഞ്ഞ ആരെങ്കിലും വന്നാൽ കിടക്കാനായിട്ട് ഗസ്റ്റ് റൂം. പക്ഷെ ആ വീട്ടിൽ ഒരിക്കൽ പോലും ഒരു ഗസ്റ്റ് വന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കിടന്നുറങ്ങില്ല എന്ന് അവർക്കറിയാം. അനാവശ്യമായിട്ടൊരു ആ റൂം അടിച്ച് തൂത്ത് വൃത്തിയാക്കാൻ കാര്യങ്ങൾക്ക് ഒരാൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ മനസ്സിലാക്കാതെ അവനവന് എന്തുണ്ട് അതിനനുസരിച്ച് തൃപ്തിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഈ പൈസ ചിലവാക്കേണ്ടി എടുത്ത് പിന്നെ സഹാനുഭൂതി കൂടിപ്പോയത് കൊണ്ടും ചില ആളുകളുണ്ട് എവിടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ എല്ലാ കല്യാണത്തിനും പോകുമ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്ത് നടക്കും. ചില ആളുകൾ ഫാമിലിയിലും അടുത്ത വീട്ടിൽ 2-3 സഹോദരങ്ങൾ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ അവരും താമസിക്കുന്നുണ്ടാവും. എല്ലാവരും പോകും, ഒന്നും കൊടുക്കാത്തവരും ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന്. തീരെ എല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് പോകുന്ന സിറ്റുവേഷനിലേക്ക് പോകണമെന്നില്ല. വീട്ടിൽ നിന്ന് ഒരാൾ പോയാലും വലിയ സമ്മാനങ്ങൾ കൊടുക്കണമെന്നുമില്ല. അതിൻ്റെ ഇടയിൽ നിന്നിട്ട് അവർക്കൊരു ഭാരമാവാത്ത രീതിയിലും വിളിച്ചത് കൊണ്ട് ഒരാൾ പോയിട്ട് വരാം, ആ ഒരു രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, എങ്ങനെയാണോ അതിനെ കാണുന്നത്, ആ ഒരു രീതിയിൽ നോക്കുക. പിന്നെ നിങ്ങൾ കുറയ്ക്കേണ്ടടുത്ത് കുറയ്ക്കാൻ പഠിക്കുക. പലർക്കും അതറിയില്ല. ജീവിക്കാൻ അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളെയാണ് പൈസ ഏൽപ്പിക്കുന്നതെങ്കിൽ അവർക്ക് ജീവിക്കാൻ അറിയാത്തത് കൊണ്ട് നിങ്ങൾ പ്രാരബ്ധമേറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ് നിർത്തി വരിക നാട്ടിലേക്ക് എന്നുള്ളത്. അത് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ടുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ എന്താണ് എവിടെയാണ് എന്നുള്ളത് നാട്ടിൽ നിൽക്കുന്നവർക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങളത് ഏറ്റെടുത്തിട്ട് നോക്കുക ഏതിനാണ് എങ്ങനെയാണ് എന്നുള്ളത്. അത് നിങ്ങളുടെ കൈകളിലാണ്. ഈ ഒരു മാസം അതിന് തീരുമാനമെടുക്കാവുന്നതാണ്. നാട്ടിലേക്ക് തിരിച്ച് ഇന്ന സമയത്ത് എത്തിയിരിക്കുമെന്നുള്ളത്. അത് മറ്റുള്ളവരെ അറിയിക്കണമെന്നില്ല. നിങ്ങളത് തീരുമാനിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുക. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. പക്ഷെ നിങ്ങളായിട്ട് ആണ് തീരുമാനമെടുക്കേണ്ടത്. ഡെത്ത് കാർഡ് ആൻഡ് 9 ഓഫ് കപ്സ് എനർജിയാണ്. അത് ഈ ഒരു മാസം എന്ന് പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ടൈമാണ്. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം എടുക്കുന്ന മാസമാണ്. നിങ്ങളുടെ ഒരു പുനർജന്മം എന്ന് തന്നെ പറയാം. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തു, ഇനി അങ്ങോട്ടേക്ക് എങ്കിലും നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരേണ്ടുന്ന ഒരു സമയമാണ്. ആ ബാലൻസ് കൊണ്ടുവരുന്ന സമയം ഓൾറെഡി അതിക്രമിച്ച് കഴിഞ്ഞു. നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടുകയാണ്. നിങ്ങൾ ഇനിയും ആ ഒരു തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചവിട്ടി തേച്ച് മുന്നോട്ടേക്ക് പോകും. അത് മനസ്സിലാക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം പീരീഡ് ഒന്നും കൂടി പുനർചിന്തനത്തിലുള്ള സമയമാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സോ നിങ്ങൾ ചേരാൻ പോകുന്ന എവിടെയാണ്, ഏത് കോളേജ്, ഏത് കോഴ്സിനാണ്, അത് തന്നെയാണോ നിങ്ങളുടെ, അത് നിങ്ങളുടെ ഇഷ്ടം തന്നെയാണോ, അതോ മറ്റുള്ളവരുടെ പ്രേരണ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടാണോ എന്നുള്ളത് പ്രത്യേകം ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സൂചിപ്പിക്കുന്നത്. വിദേശത്ത് താമസിക്കുന്നവരൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, നാട്ടിലേക്ക് തിരിച്ചു വരണോ അതോ അവിടെ തന്നെ സെറ്റിലാവണോ, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയമാണ്. പ്രായമായിട്ടുള്ള ആളുകൾ
ജീവിതം ഇനിയും തീർന്നിട്ടില്ല, ഇനിയും കുറേ ബാക്കിയുണ്ട്, ജീവിതം ആസ്വദിക്കാൻ തീരുമാനിക്കുന്ന മാസമാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി തീരുമാനങ്ങളുടെയും സന്തോഷങ്ങളുടെയും പര്യവസാനങ്ങളുടെയും ഒരു മാസം എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.